പണ്ട് ഒരു ഗ്രാമത്തിൽ വളരെ ധനികനായ ഒരു സ്വർണ്ണക്കടിയുടമ ഉണ്ടായിരുന്നു. അയാൾക്ക് സ്വർണത്തോട് വലിയ ഭ്രമമായിരുന്നു. എത്ര സമ്പത്തുണ്ടായാലും അയാൾക്ക് തൃപ്തി വന്നിരുന്നില്ല. തൊടുന്നതെല്ലാം സ്വർണമായിരുന്നെങ്കിൽ എന്ന് അയാൾ എപ്പോഴും ആഗ്രഹിക്കുമായിരുന്നു. ഒരു ദിവസം അയാളുടെ ഭക്തിയിൽ പ്രസന്നനായ ഒരു ദൈവം പ്രത്യക്ഷപ്പെട്ടു. അയാൾ ദൈവത്തോട് പറഞ്ഞു, ഭഗവാനെ, എനിക്കൊരു വരം നൽകണം. ഞാൻ എന്തിൽ തൊട്ടാലും അത് സ്വർണമായി മാറണം. ദൈവം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മകനേ, ഇത് നിനക്ക് വിനയാകും, ഒന്നുകൂടി ആലോചിക്കൂ. പക്ഷേ അയാൾ തന്റെ തീരുമാനത്തിൽ ഉറച്ചുനിന്നു. ഒടുവിൽ ദൈവം വരം നൽകി അപ്രത്യക്ഷനായി. സന്തോഷം കൊണ്ട് അയാൾ തുള്ളിച്ചാടി. അയാൾ വീടിന്റെ വാതിലിൽ തൊട്ടു, അത് ഉടനെ സ്വർണമായി മാറി. കസേരയിൽ തൊട്ടു, അതും സ്വർണമായി. അയാൾക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ താനാണെന്ന് അയാൾ ഉറപ്പിച്ചു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അയാൾക്ക് വിശപ്പും ദാഹവും തോന്നി. അയാൾ ഭക്ഷണത്തിന് മുന്നിലിരുന്നു. എന്നാൽ ഭക്ഷണപാത്രത്തിൽ തൊട്ടതും ചോറും കറികളുമെല്ലാം കട്ടിപ്പൊന്ന് സ്വർണം ആയി മാറി. വെള്ളം കുടിക്കാൻ ഗ്ലാസ് എടുത്തപ്പോൾ വെള്ളവും സ്വർണമായി. അയാൾക്ക് ഒന്നും കഴിക്കാനോ കുടിക്കാനോ കഴിഞ്ഞില്ല. അപ്പോഴാണ് അയാളുടെ കൊച്ചുമകൾ ഓടിവന്ന് അയാളെ കെട്ടിപ്പിടിച്ചത്. നിമിഷനേരം കൊണ്ട് തന്റെ പ്രിയപ്പെട്ട മകൾ ഒരു സ്വർണ്ണപ്രതിമയായി മാറുന്നത് കണ്ട് അയാൾ അലറിക്കരഞ്ഞു. താൻ ചോദിച്ചു വാങ്ങിയ വരം ഒരു ശാപമാണെന്ന് അയാൾക്ക് അപ്പോഴാണ് മനസ്സിലായത്. സ്വർണത്തേക്കാൾ വലുത് ഈ ലോകത്ത് സ്നേഹവും സമാധാനവുമാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. അയാളുടെ പശ്ചാത്താപം കണ്ട് ദൈവം വരം തിരിച്ചെടുത്തു. മകൾക്കും ഭക്ഷണത്തിനും പഴയ രൂപം തിരിച്ചുകിട്ടി. ഗുണപാഠം: അമിതമായ ആഗ്രഹം എപ്പോഴും അപകടം വരുത്തിവെക്കും. കയ്യിലുള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്കുക. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ.